അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ്. അപ്പം വീട്ടിലിരുന്ന് പ്രാന്ത് പിടിച്ചപ്പോഴത്തേക്കും പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അധികം അങ്ങനെ പുറത്തോട്ടൊന്നും പോകുന്ന ആളല്ല. അഥവാ പോകുവാണെങ്കിൽ ചേച്ചിയും കൊണ്ടായിരിക്കും പോകുന്നത്. കാരണം ഞങ്ങൾ ഹാഫ് ഫ്രണ്ട് ഹാഫ് സിസ്റ്റർ അങ്ങനെയാണ് ചേച്ചിക്ക് ഞാൻ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ചേച്ചി അനിയത്തിയാണെങ്കിലും. അപ്പം ഞങ്ങൾ രണ്ടും കൂടി ഇപ്പോൾ പോകുന്നത് ഐബ്രോസ് ത്രെഡ് ചെയ്യാനായിട്ടാണ്. അപ്പം നിങ്ങൾ സ്ഥിരം കാണുന്ന വഴിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ ഉറപ്പായിട്ടും 3K ഫാമിലി ആകും, അതെനിക്ക് എന്തായാലും നല്ല ഉറപ്പാണ്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കും, ഞാൻ 3K ഫാമിലിയൊക്കെ എനിക്ക് ഉണ്ടാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സന്തോഷമാണ് എനിക്കിത്. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അറിയിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ എനിക്ക് 3K ആകുമ്പോഴത്തേക്കും ചെറിയൊരു കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് വലിയ ആഡംബരമൊന്നുമല്ല, 3 ഓറിയോയുടെ ബിസ്ക്കറ്റ് എല്ലാം മേടിച്ചിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കണം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതേ നമ്മൾ ആ ഒരു പാർലറിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കാവടി തുള്ളിയാണ് പോയെങ്കിലും എനിക്ക് ചെറുതായിട്ട് കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായി ഈ ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നത്. കുറച്ച് നാളിന് മുമ്പ് വരെ ഞാൻ തന്നെയായിരുന്നു ഐബ്രോസൊക്കെ ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ത്രെഡ് ചെയ്തതിൻ്റെ ഇടയിൽ എൻ്റെ അളവ് പോലെ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയി. എൻ്റെ ഒരു പിരിയം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ബാക്കി കുറച്ചിരുന്നതും കൂടെ വടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കരച്ചിലായി, കൂവലായി. കൊറോണയുടെ ആ ഒരു ടൈം ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റി. അതിൽ പിന്നെ എപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും കാശില്ലെങ്കിലും വീട്ടിൽ നിന്ന് കടം മേടിച്ച് എന്നിട്ടാണെങ്കിലും പറയും പാർലറിൽ പോയിട്ട് ചെയ്താൽ മതിയെന്ന്. അത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചിക്കൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ കയറാനായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് ഇത് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിനകത്തുള്ളൊരു കഫേയാണേ. അപ്പോൾ അവിടെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാൻഡ്വിച്ചും ലെമൺ ജ്യൂസും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ കഴിച്ച സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് അല്ല ഇത്, എനിക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. പക്ഷേ ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഞാൻ ചിരിക്കാറില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. അത് കാരണം ഞാൻ കൂടുതലും ആ ഒരു വീഡിയോസ് കട്ട് ചെയ്ത് കളയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം ഗുഹയുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബസ് കറക്റ്റായിട്ട് ഇടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇടിച്ചേനെ. അങ്ങനെ എവിടെ നോക്കിയിട്ടാണ് പോയെന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി പോയിട്ട് കേക്ക് ഉണ്ടാക്കട്ടെ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.